ഹലോ. അപ്പോഴേ ഈ മഴക്കാലമൊക്കെ അല്ലേ, മിക്ക സ്ഥലത്തും ജലദോഷവും തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ഓരോ ആവശ്യമില്ലടോ. ഇതേപോലത്തെ രസം ഉണ്ടാക്കിയിട്ടേ 2-3 പ്രാവശ്യമായിട്ട് അങ്ങോട്ട് ചൂട്ടോടുകൂടി അങ്ങോട്ട് കുടിക്കണമെങ്കിൽ തൊണ്ടക്ക് ആശ്വാസം കിട്ടും, ശരീരത്തിന് നല്ല സുഖം ഉണ്ടാവും കേട്ടോ. ഞാനിതിപ്പോൾ കടയിൽ ഉണ്ടാക്കി കൊടുത്ത രസം ഉണ്ടാ. ഇപ്പം മഴക്കാല സമയത്തൊക്കെ ഇല്ലേ, ചിലവ് ചുരുക്കണം നല്ലതാണ്. ഇതേപോലെ രസം ഉണ്ടാക്കി ഒരു പാക്കറ്റ് ഉണക്കമീനും വറുത്തുണ്ടെങ്കിലേ നമ്മൾ ഹാപ്പി, കെട്ടിയന്മാർ ഹാപ്പി ആയിട്ടാ. അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ ഒരു 3 തക്കാളിയാണ് ഈ രസം വെക്കാനായിട്ട് എടുത്തേക്കണത്. ഇനി അതിൻ്റെ മുഖമൊക്കെ ഞങ്ങൾ കളഞ്ഞെടുത്തിട്ടില്ലേ, കുഞ്ഞായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല, കണ്ടം കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ടോട്ടെ. നമുക്കിതേ തിളപ്പിക്കാനുള്ളതാണ്. പിന്നെ രസം വെക്കുമ്പോഴേ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ വെക്കാൻ നോക്കണം കേട്ടോ. അലൂമിനിയം പാത്രത്തിലൊക്കെ ഇട്ട് രസം വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലേ അതിലൊരു പാട് പോലെയൊക്കെ ആകും, പിന്നെ അത് ശരിയല്ല എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. അപ്പോൾ അത് ഞാനും പിന്തുടരണേണ്. ഇനി കുറച്ച് വാളംപുളിയും കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണെങ്കിലേ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിത് കുറേ നേരം ഇട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതേ തക്കാളി വെന്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെച്ചെടുക്കാം. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, പാനിലേക്ക് ഞാൻ കുറച്ച് മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 വറ്റൽമുളകുമാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇത് കരിയാണ്ടില്ലേ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. മല്ലി മുളകൊക്കെ എല്ലാ വീട്ടിലുണ്ടായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുള്ള രസം വെക്കണ വീഡിയോ ഒക്കെ 2-3 ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കി നോക്കണം. മല്ലിമുളകൊക്കെ മേടിക്കണ സമയത്ത് ഇതേപോലത്തെ രസം ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുരുമുളകും അതേപോലെ തന്നെ ചെറുജീരകവും കൂടി ഇട്ട് കൊടുത്താണ്. ചെറുജീരകം ഇത്തിരി മുൻപന്തിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു രസത്തിന് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടി ചേർക്കുമ്പോഴേ രസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു തരിതരി പോലെ വേണം നമ്മളുടെ ഈ രസത്തിന് കിട്ടാനായിട്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതേപോലെ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളിയും പോട്ടെ ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് തൊലി കളയാത്ത വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൊലി കളയേണ്ട ആവശ്യമില്ല, കഴുകിയെടുത്താൽ മതിയേ. ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോഴേ നമ്മളുടെ ഈ പൊടിയും ഉള്ളിയും എല്ലാം കൂടി ചതച്ചെടുക്കുമ്പോൾ ഈ ഒരു തരത്തിലാണ് മസാല നമുക്ക് കിട്ടേണ്ടത്. ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ചൂടാറാൻ വെച്ച തക്കാളിയും പുളിയും കൂടി വേവിച്ചതില്ലേ, അത് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, എന്താണെന്ന് വെച്ചാൽ ചൂടാറിനുള്ള കൈ ഭയങ്കരമായിട്ട് പൊള്ളാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതേപോലെ പിഴിഞ്ഞെടുക്കണത്. അപ്പോൾ നമ്മൾ ഇത് അരിക്കുമ്പോൾ അരിപ്പട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെയാണ് നമ്മളിത് അരിച്ചെടുക്കുകയും ചെയ്യേണ്ടത്. പിന്നെ ഓരോരുത്തർക്ക് എന്തോരം രസം വേണമെന്നുള്ളത് ഓരോരുത്തരുടെ തീരുമാനമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾക്ക് ആദ്യം തന്നെ രസം വേണമല്ലോ. എനിക്കിപ്പോൾ 1 ബക്കറ്റാണ് ഇവിടുത്തെ രസത്തിൻ്റെ കണക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഈ ഒരു രസം ഉണ്ടാക്കാനായിട്ടേ നമ്മൾ കട തുടങ്ങണം. കട പോകുമ്പോൾ ഞാൻ കുക്കിങ്ങിന് പോയിരുന്ന വെച്ചില്ല, അവിടുത്തെ മേഡത്തിൻ്റെ വീട്ടിലുണ്ടാക്കിയിരുന്ന വെച്ച രസമുണ്ട് ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ രസം ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം പോലെ ഇരിക്കും. കടയിലൊക്കെ കയറി ഞാനൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് കിട്ടിയേക്കണം. അപ്പം ഞാൻ വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെ പച്ചവെള്ളം പോലത്തെ രസം കൊടുക്കണത്, എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ കടിക്കാനായിട്ട് വേണ്ടതെന്ന്. അങ്ങനെ ഞാനതിലേക്ക് ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്ക് ലേശം ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഇടേണ്ട, ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും, പിന്നെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൂണും വെച്ച് ഇളക്കണ കാരണമായി ചട്ടിക്ക് വേദനിക്കാതെയും അടിയിലൊന്നും തട്ടാതെയും കോട്ടിങ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പയ്യനെ കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കണം. വേറൊന്നുമല്ല, വീട്ടിലുണ്ടായിരുന്ന 4 ചട്ടി ഇതേപോലത്തെ ഉണ്ടായിരുന്ന പാൻ നോൺ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. 2 ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ആ 2 ഇതേപോലെ കടുകൊക്കെ വറുക്കാനായിട്ട് എടുക്കണത് കേട്ടോ. പിന്നെ ബാക്കി 2 വീട്ടിലുണ്ട്, അത് ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ശരിയല്ല. വേറെ ഒന്നല്ല, ചെട്ടമൊക്കെ വെച്ചിട്ട് ഇളക്കി കുത്തി അതിൻ്റെ കോട്ടിങ്ങൊക്കെ കളഞ്ഞെടുക്കും. അപ്പോൾ ഇതേ ഞാൻ ആ തക്കാളി ഇതിലേക്ക് നമ്മൾ മസാല മൂപ്പിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ,
അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കേ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ആരോടൊക്കെ പറയണ്ടായിരുന്നു വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തിനാ പറയണത്, പാചകം മാത്രം പറഞ്ഞാൽ പോലെ എന്താണോ അങ്ങനെയൊക്കെ പറയണത്. ഇടക്കിടക്ക് നമ്മൾ വീട്ടിലെ വിശേഷവും പറയണ്ടേ, ആൾക്കാർക്കൊക്കെ അറിയണ്ടേ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ. അപ്പം അങ്ങനെ അതുകൊണ്ടിട്ടൊക്കെ എടോ പറയണത്, പാചകം മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറടിക്കൂലേ. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ പുളി ഉപ്പും എരിവും എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ശർക്കര ആയാലും ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് ഇതേ നമ്മുടെ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടോടുള്ള രസം വേണമെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കിക്കോട്ടാ, നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതെ കൂട്ടുകാരെ. ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മളുടെ കടയിലുണ്ടാക്കുന്ന നല്ലൊരു വിഭവമായിട്ട് നാളെയും ഞാൻ ഓടിയെത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു.